അതിനെയാണ് ഈ സങ്കീർത്തനം എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഇംപ്രിക്കേറ്ററി പ്രയർ പ്രാർത്ഥിക്കുന്ന ആളുകൾ they ask God to destroy and defeat their enemies. അവിടെ ശത്രുക്കളെ തോൽപ്പിച്ചു കളയേണ്ടതിന് ദൈവത്തോട് എന്ത് ചെയ്യുന്നു? അവർ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങളിലെ ചില സങ്കീർത്തനങ്ങൾ ഈ ഗണത്തിൽപ്പെടുന്നതാണ്. Some of the psalms in our whole text are in this category. ഈ ഗണത്തിൽപ്പെടുന്നതാണ്. Psalms number 7 considered to be the mild one, mild imprecatory psalms. ഏഴാമത്തെ സങ്കീർത്തനം അതിൽ മൈൽഡായ ഒരു imprecatory prayer ആണ്. 69 goes into a little more intense one. അതിനേക്കാൾ കുറച്ചുകൂടെ കഠിനമായ ഒന്നാണ് 69ാമത്തത്. But when we come to 109, count 30 curses. 109 comes with 30 curses. That's the most or strong, intense, imprecatory prayer in our books. As we read New Testament believers, നമ്മൾ ഈ സങ്കീർത്തനം പുതിയ നിയമത്തിന്റെ വിശ്വാസികളായ നാം ഇത് പഠിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പാടുവാനോ പ്രാർത്ഥിപ്പാനോ കഴിയില്ല എന്നൊരു തോന്നലിലേക്ക് നമ്മൾ എത്തപ്പെടാറുണ്ട്. ഇതിനകത്ത് പ്രധാന വിഷയം ഇതാണ്: God is the avenger of his people. അവന്റെ ജനത്തിന്റെ നീതി നടപ്പാക്കുന്നവനാണ് അവരുടെ ദൈവം. That's the theme of this. God is a God of a righteous judge. ദൈവം നീതിമാനായ ഒരു ന്യായാധിപതിയാണ്. അവന്റെ ന്യായവിധികൾക്കൊന്നും യാതൊരു മുഖപക്ഷമില്ല. There is no partiality in all God does. ദൈവം ചെയ്യുന്നതിൽ ഒന്നിലും മുഖപക്ഷം ആരോപിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. നമ്മൾ അങ്ങനെ ആരോപിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ദൈവത്തെ മനസ്സിലാക്കിയിട്ടില്ല. If we accuse God of partiality, then we are not really understood who our God is. നമ്മുടെ ദൈവം ആരാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്ന് വായിക്കണം. ദൈവമായ കർത്താവ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്, it says that we should love our enemies. നമ്മുടെ ശത്രുക്കളെ സ്നേഹിപ്പാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ശിക്ഷിക്കാതെ വിടും എന്ന് ധരിച്ചു കളയില്ല. Still God loves them. ഇപ്പൊ നമ്മൾ പാടിയ പാട്ടിനകത്തുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്കും നീതിമാന്മാർക്കും ഒക്കെ മഴയും വെയിലും ഒക്കെ കൊടുക്കുന്ന ഒരു കരുണാസമ്പന്നനായ ദൈവം. ആ ദൈവം അവരത് എൻജോയ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമുക്കൊരു സേവനം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? When someone render you a service, that's a normal response from our lives. നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? We respond them with thanksgiving. നന്ദി ഇരട്ടിക്കൊണ്ട് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത്. അങ്ങനെ തന്നെ ആകണമായിരുന്നു മനുഷ്യൻ. Man should respond God with thanksgiving for all those benefits they enjoy from God. ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന സകല നന്മകൾക്കും ദൈവത്തിന് സ്തോത്രം പറയുവാൻ കടപ്പെട്ടവരാണ്. എന്നാൽ അവരെന്ത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല. റോമാലേഖനത്തിൽ പ്രതിവാദ്യ വിഷയം, ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം വെച്ച് അവര് ആരാധിക്കുകയോ അവനെ ബഹുമാനിക്കുകയോ വണങ്ങുകയോ ചെയ്യുന്നില്ല. They created their own God and goddesses. അവരുടേതായ ദൈവങ്ങളെ സൃഷ്ടിച്ചു. അവരോട് സംസാരിക്കാൻ കഴിയാത്ത, പ്രതികരിക്കാൻ കഴിയാത്ത, അനുഗ്രഹിക്കാൻ കഴിയാത്ത, ശിക്ഷിക്കാൻ കഴിയാത്ത ഒരു ദൈവങ്ങളെ അവരുണ്ടാക്കി. സർവശക്തനായ ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് അവരുടെ ധാരണ. അവിടെ വേദോസം നമ്മെ പഠിപ്പിക്കുന്നത്, ഈ സങ്കീർത്തനം ദൈവദാസന ദാവീദ് രചിച്ചത് when he was persuaded by lot of enemies. അനേക എതിരാളികളാൽ, ശത്രുക്കളാൽ അവൻ പീഡിപ്പിക്കപ്പെടുന്ന സമയത്താണ് ഈ സങ്കീർത്തനം ദൈവദാസൻ എഴുതിയത്. 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ ഡേവിഡ് pleads for his defense. അവനെ പ്രതിരോധിക്കാനായി ദൈവത്തോട് എന്ത് ചെയ്യുക, നിലവിളിക്കുക. God help me, put a defend in front of me. എനിക്ക് മുൻപേ നീ എന്ത് ചെയ്യണം, ഒരു പ്രതിരോധം തീർക്കണം. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, സങ്കീർത്തനക്കാരൻ പറയാം, അവനുള്ള ശത്രുക്കളൊന്നും ഒരു കാരണവുമില്ല, ന്യായമായ ഒരു കാരണവുമില്ല അവനെ ഉപദ്രവിക്കുന്നത്. There will be enemies against you and against me. They comes against you for no reason. ഒരു കാരണവും വേണ്ട. അവർ നമുക്കെതിരെ എന്ത് ചെയ്യും? നിങ്ങൾ അവരെ ഉപദ്രവിക്കണ്ട, അവരെ അധിക്ഷേപിക്കണ്ട, അവിടെ ഒന്നും മോഷ്ടിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല.
ആ സമയത്ത് എന്ത് ചെയ്യും? അവർ നിങ്ങൾക്കെതിരെ തിരിയും. എനിക്ക് നാട്ടിലെ ഞങ്ങളുടെ ലോക്കൽ ചർച്ചിൽ ചെന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു സഹോദരന് ലോയറാ, ചർച്ച അന്വേഷിച്ച് നമ്മുടെ ചർച്ചിൽ വന്നു. ഹിന്ദു കൺവേർട്ടാണ്. അവിടെ അദ്ദേഹം പാർക്കുന്ന സ്ട്രോങ് ഹിന്ദു ബെൽറ്റാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, അങ്ങ് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ മഴ പെയ്താൽ ഈ ഗ്രാമത്തിൽ കുട പിടിക്കും. യു അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദാറ്റ് വെരി വില്ലേജ്. അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്ന് ആ പയ്യൻ കർത്താവിലൊന്നും അവനും അവന്റെ അമ്മയേ ഉള്ളൂ, ചുറ്റുപാടും അവന്റെ ഫാമിലീസ് ഒക്കെയാണ്. അവർ സ്ട്രോങ്ലി അപ്പോസിംഗ്, ബട്ട് ഹി ഈസ് ഓക്കെ, കീപ്പിംഗ് അപ്പ് ഇൻ ഫെയ്ത്ത്. അത് കഴിഞ്ഞ് എന്റെ വീട്ടിലെ മീറ്റിങ്ങിന് ഒരു ഫാമിലി വന്നു. ഒരു സഹോദരി, അവരുടെ ആർമിക്ക് വേണ്ടി ട്രെയിൻ ചെയ്ത സഹോദരൻ, അവരുടെ അമ്മ, ഓൾ ഹിന്ദുസ്. ഡിപ്രഷനിലേക്ക് പോയി. അവരുടെ സാമ്പത്തിക പരാധീനത നിമിത്തം ദേ ഫോൾ ഇൻടു ഡിപ്രഷൻ. ആ സഹോദരിയെ ആ സമയത്ത് ഇത് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പ്രേരണയുണ്ടായി. She prayed to God. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പ്രേരണയുണ്ടായി. ആ സഹോദരി പ്രാർത്ഥിച്ചു. Miraculously, അത്ഭുതകരമായി ദൈവം അവരെ ആ പരിതാപകരമായ അവസ്ഥയിൽ എന്ത് ചെയ്തു? രക്ഷിച്ചു. സാക്ഷി അവര് ഞങ്ങളോട് പറയാനിടയായി. വളരെ സന്തോഷം തോന്നി. ആ ഇത്രയും വലിയ ഇന്റൻസീവ് പെർസിക്യൂഷൻ ഒക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? There are people coming to the Lord. ദൈവത്തെങ്കിലേക്ക് ആളുകൾ കടന്നു വരുന്നു. പീഡയാണ്, നമുക്കെന്നുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ വന്ന കാലത്ത് പീഡ അനുഭവിച്ചു കർത്താവിലേക്ക് വന്നപ്പോൾ. ബട്ട് അതിന്റെ ഒരുപാട് കൂടുതലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷത്തിനെതിരെയുള്ള നമ്മുടെ രാജ്യത്ത്. എന്തെങ്കിലും എന്തുണ്ട്? ചില ആളുകൾ അവിടെ ഇവിടെയായി കർത്താവിന്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചുകൊണ്ട് അവനെ ശരണമാക്കുവാൻ അവർക്ക് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ പ്രേരിപ്പിച്ചവരെ വഴി നടത്തുന്നു. Such a strong, the power of God in their heart, in their lives are so strong. അവരുടെ ജീവിതത്തിൽ ദൈവാത്മാവിന്റെ ശക്തി വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് ചുറ്റുപാടുള്ള എല്ലാവരും അവരുടെ ബന്ധുക്കളും അവരെ ഉപദ്രവിക്കുമ്പോഴും അവർ കർത്താവിനെ നോക്കി തന്നെ മുൻപോട്ട് പോകുന്നത്. നമ്മുടെ ദൈവം ഒരു മഹാദൈവമാണ്. അവനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഡിഫൻസ്, നമ്മളെ സംരക്ഷിക്കുന്നവൻ, നമ്മളെ സൂക്ഷിക്കുന്നവൻ, നമ്മളെ പരിപാലിക്കുന്നവൻ. അതുകൊണ്ട് കാരണമില്ലാതെ അന്യായം പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോഴും നമ്മെ ഉപദ്രവിക്കുന്നവർ ധാരാളം ഉണ്ടായിരിക്കും. Our family members, maybe our close friends, they may turn against you and me. യേശുക്രിസ്തുവിന്റെ അവന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് സഹോദരന്മാരൊന്നും അവരെ അനുകൂലിച്ചിരുന്നു. None of the family members followed him. Later they convert. They had experiences. അനന്തരമായി അവർക്ക് എന്തുണ്ടായി? യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞപ്പോൾ കണ്ണുകൾ തുറക്കാനിടയായി. അപ്പൊ നമുക്കൊക്കെ ഉണ്ടാകും. അത് ചരിത്രത്തിൽ ഇവിടെ നീളം നമുക്ക് ദർശിപ്പാനായി കഴിയും. ദൈവത്തിന്റെ വഴികളിൽ നാം നടക്കുമ്പോൾ, the reason is, while we walk in the ways of God, while we walk in the will of God, there will be people who are against the will of God will come against you. എനിക്കും നിങ്ങൾക്കുമെതിരെ ദൈവഹിത പ്രകാരം യാത്ര ചെയ്യാത്തവർ നമുക്കെതിരെ തിരിച്ചു വരുവാൻ ഇടയായിത്തീരും. കാരണം നിങ്ങളുടെയും എന്റെയൊക്കെ സാന്നിധ്യം അവരെ ഭയപ്പെടുത്തുന്നുണ്ടാകാം. അതാണ് അവരെന്ത് ചെയ്യുന്നത്? ദൈവജനത്തിനെതിരെ പുറപ്പെടുവാനാണ്. വചനം നമ്മെ പഠിപ്പിക്കുന്നത്, the enemies of God's people are God's enemies. ദൈവജനത്തിന്റെ ശത്രുക്കൾ ആരുടെ ശത്രുക്കളാ? ദൈവത്തിന്റെ ശത്രുക്കളെന്നാ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ശൗല് ദൈവസഭയ്ക്കെതിരെ ഉപദ്രവം നയിച്ചുകൊണ്ട് മുൻപോട്ട് പോവാ. Saul started persecuting the church in the early days of the church of God. അപ്പൊ കർത്താവിനോട് ചോദിക്കുക, why are you persecuting me? നീ എന്നെ എന്തിനാ ഉപദ്രവിക്കുന്നത്? തേജസ്കരിക്കപ്പെട്ട സ്വർഗോന്നതങ്ങളിൽ മഹത്വത്തിൽ വാഴുന്ന കർത്താവ് പറയുക, നീ ജനത്തെ ഉപദ്രവിക്കുമ്പോൾ ആരെ ഉപദ്രവിക്കുന്നേ? എന്നെയാണ് നീ ഉപദ്രവിക്കുന്നത് എന്ന്. അപ്പൊ ദൈവത്തെ ഉപദ്രവിക്കുന്നത് തുല്യമാണ് ദൈവജനത്തെ ഉപദ്രവിക്കുന്നതും. God take it seriously. ആ കാര്യം ദൈവം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ദൈവം തന്റെ
ദാസനായ ദാവീദ് പറയുക, ദൈവമേ ഈ പോരാട്ടത്തിൽ എന്നോടുകൂടെ നീ ഉണ്ടാകണമേ. That's his prayer. He says, strive with me. അവൻ പറയും, ദൈവമേ എന്നോട് കൂടെ നീ എന്ത് ചെയ്യണം? ഉണ്ടാകണം. രണ്ടാമത്തെ വാക്യത്തിൽ പറയുക, God, you are my shield and buckler. നമ്മൾ പഴയ നിയമ പ്രവചനങ്ങൾ പഠിക്കുന്ന സമയത്ത് God is pictured as a warrior, mighty warrior. പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ ദൈവം സർവശക്തനായ ഒരു യോദ്ധാവിനെ പോലെ ആയുധങ്ങൾ ധരിച്ച്, ആയുധവർഗം ധരിച്ച് തന്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവനായിട്ടാണ്. A warrior God armed in armory and fight for his people. ആ ദൈവം ഇന്നും അതേ ദൈവം തന്നെയാണ്. He fights for his people. നമ്മൾ ചില സമയത്ത് പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ തോറ്റുപോകുന്നില്ല. We're not defeated. Sometimes God gives them an opportunity to taste the exemplary characteristics of Christian living. ക്രിസ്ത്യ വിശ്വാസത്തിന്റെ പ്രത്യേകത ചിലർക്ക് കണ്ണു തുറന്ന് കാണേണ്ടതിന് ദൈവം അവസരങ്ങൾ കൊടുക്കുക. നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ, നമ്മെ പീഡിപ്പിക്കുമ്പോൾ യാതൊരു ദൂഷണവും പറയാതെ രോമം കത്രിക്കുന്നതിന് മുമ്പ് ആടുകളെ പോലെ ഇരിക്കുന്നുവെങ്കിൽ ഇത് ലോകത്തിലെ സാധാരണ ജനത്തിന് സാധ്യമല്ല. By the power of the Holy Spirit, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നെങ്കിൽ അവിടെ മുമ്പിൽ ഒരു സാക്ഷ്യമാണത്. എന്തെന്നറിയാമോ? This faith has something so different. അത് മനുഷ്യഹൃദയങ്ങളിൽ വലിയ രൂപാന്തരം വരുത്താൻ കഴിയുമെന്ന്. സ്വാഭാവികമായി ഒരു മനുഷ്യനെ ഉപദ്രവിച്ചാൽ എല്ലാവരും പ്രതികരിക്കും. പക്ഷെ God's people respond to it in a different way. അതുകൊണ്ട് സ്റ്റീഫനെ കല്ലെറിയുമ്പോൾ സ്റ്റീഫൻ പറഞ്ഞു, കർത്താവേ ഇവരുടെ കാര്യങ്ങൾ നീ കണക്കിടല്ലേ എന്ന്. അതുകൊണ്ട് ദൈവത്തിന്റെ ദാസനെ മോശ പറഞ്ഞ്, എന്റെ പേര് ജീവോസ്തത്തിൽ നിങ്ങൾ മാറ്റിക്കോ, ഈ ജനത്തെ രക്ഷിക്കണമെന്ന്. Such a kindness, such an attitude. അതുപോലൊരു മനോഭാവം ദൈവജനത്തിനല്ലാതെ മറ്റൊരാൾക്കും കാണുകയില്ല ഈ ലോകത്തിൽ. അതിനാണ് ദൈവം നമുക്ക് അവസരം നൽകുന്നത്. നിങ്ങളെയും അല്ല, നമ്മുടെ ദൈവത്തിന്റെ കഴിവില്ലായ്മ കൊണ്ടോ നമ്മൾ തോൽപ്പിക്കപ്പെടുകയൊന്നുമല്ല. Sometimes we will face those persecutions, those slanders, those accusations, but God is our mighty warrior. അടുത്ത കഴിഞ്ഞ മൂന്നാം വാക്യത്തിൽ പറയാം, draw out of spear. Spear is the offense, weapon of offense, and the shield and buckler are a weapon of defense. നമ്മളെ പ്രതിരോധിക്കുവാനുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മോട് വരിക. ദൈവം നമ്മോട് കൂടെ ഇല്ല എങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ യുദ്ധങ്ങളെ നമുക്ക് ജയിപ്പാൻ കഴിയില്ല. God is with us. ഓരോ പ്രഭാതവും ധന്യതയോടെ എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം പാടുവാൻ ദൈവമായ കർത്താവ് നമ്മളെ അനുവദിക്കുന്നുവെങ്കിൽ God is with us. ഞാൻ നിങ്ങൾ കാണാത്ത അദൃശ്യമായ ഒരു യുദ്ധം നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. An unseen battle that you and I can't see. But it is very real. The pressure comes into our lives. അതിന്റെ വേദനകളും അതിന്റെ എന്താ പറയുന്ന പ്രതിരോധമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. We realize it, but we can't see. But in that very battle, our Lord serves. He sent His angels to serve us. നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നമ്മെ പരിപാലിക്കുന്നവന്റെ കൃപ. That's what we are. God who is sovereign. Jinsu പറഞ്ഞു, do you know our Lord is sovereign? That's what he asked him to. Our sovereign God with his might comes with his power to serve you and me. എന്നെയും നിങ്ങളെയും രക്ഷിക്കേണ്ടതിന്, സൂക്ഷിക്കേണ്ടതിന് ദൈവം തന്റെ ശക്തിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവനാണ്. It is our God, we love him. കീർത്തനക്കാരൻ മൂന്നാം വാക്യത്തിൽ ദൈവമേ നീ എന്നോടൊന്ന് പറയണേ, നീ എന്റെ രക്ഷകനാണെന്ന്. That's a very important thing. We also need to reassure to our soul when we are in battle that God has to tell, hey, you're my son. നീ എന്റെ പുത്രനാണ്, നീ എന്റെ പുത്രിയാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ യുദ്ധമുഖത്ത് നമ്മോട് പറയുകയാണെങ്കിൽ നമുക്ക് വലിയ ധൈര്യമുണ്ട്. That's what he said. God, you tell my soul that you are my father, you are my Lord. എന്റെ ദൈവമാണ് എന്നാണ്. സങ്കീർത്തനക്കാരൻ ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, 2-3 പ്രാവശ്യം താൻ പ്രാണനോട് പറയാം, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. മനസ്സങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, സ്വസ്ഥത കൊടുക്കുന്നില്ല. Sometimes mind won't give us, a tranquility, peace.
അതിങ്ങനെ എപ്പോഴും അജിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ചുറ്റുപാടുകളൊക്കെ നോക്കി, സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ആ മൈൻഡ് സംടൈംസ് ഗെറ്റ് അജിറ്റേറ്റഡ്. അപ്പൊ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മനസ്സെ നീ എന്ത് ചെയ്യാ? സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്ന് തന്നോട് തന്നെ പറയുക. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവമേ നീ എന്നോടൊന്ന് പറയണം, നീ എന്റെ ദൈവമാകുന്നു, നീ എന്റെ രക്ഷയാണ് എന്ന്. നമ്മുടെ ദൈവമാണ് എന്ന് നമ്മെ കൂടെ കൂടെ അവൻ നമ്മുടെ അന്തരാത്മാവിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ പറയും, ഇമ്പമായ ശബ്ദം കാതുകൾക്ക് പുറകിൽ അവൻ കേൾപ്പിക്കുന്നുണ്ട്. A low voice behind our ears so that we will perceive the presence of God in our lives. ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കേണ്ടതിന് He speaks to us. Maybe sometimes our wives, നമ്മുടെ ഭാര്യയായിരിക്കും നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ വോയിസ് ആയി. Sometimes our husband, നമ്മുടെ ഭർത്താക്കന്മാരായിരിക്കും നമ്മോട് സംസാരിക്കുന്നത്. Sometimes our children, sometimes natural things might speak to us that we will be able to know the provisions of God, the presence of God in our lives. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നാം മുൻപോട്ട് യാത്ര ചെയ്യുന്നത്. സങ്കീർത്തനക്കാരൻ തന്റെ ജീവിത സാഹചര്യം പ്രതിസന്ധി നിറഞ്ഞിരിക്കുമ്പോൾ he stand behind the shield of God. ദൈവത്തിന്റെ സംരക്ഷണത്തിന് പുറകിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. When you and I feel like we are losing the battle, നാം നമ്മുടെ യുദ്ധമുഖത്ത് പരാജയപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ, that we wanted to hear from the Lord that He is with us. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മോട് കൂടെ യുദ്ധത്തിലുണ്ട് എന്ന്. കർത്താവ് തന്റെ ജനത്തെ സുവിശേഷ വേലയ്ക്ക് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, Lo, I am with you always. ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടോ എന്ന്. അതവന് കൂടെ ഉണ്ടാകാൻ കഴിയും, ഇരിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് അവൻ വാഗ്ദാനം ചെയ്തത്. നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനം പോലെയല്ല. He promised that He will be with us always. അത് നമ്മുടെ ഒരു ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധൈര്യമാണ്. കർത്താവ് എല്ലാ നാളും നമ്മളോട് കൂടെയുണ്ട് എന്ന് നമുക്ക് അകത്തൊരു ഉറപ്പുണ്ടാകണം. We should have that certainty in our heart that God is with us and we enjoy His presence in our daily walk with God. ദൈവം മുൻപാകെ നാം യാത്ര ചെയ്യുന്ന എല്ലാ ദിവസവും ദൈവ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിപ്പാൻ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് ട്യൂൺ ചെയ്തിരിക്കണം. We should always tune our heart so that we will have that experience of God's presence. Clouded minds create a lot of confusions. മൂഖമായ നമുക്ക് ഈ അന്തരീക്ഷമൊക്കെ മൂവാകുന്ന സമയത്ത് നമുക്ക് എന്താ തോന്നാറുണ്ട്? നാച്ചുറലി feel depressed. അത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം when our mind is not clear with the thoughts of God, ദൈവത്തിന്റെ ആലോചനകളാൽ നമ്മുടെ ഹൃദയം ക്ലിയർ ആയിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലാത്ത ചിന്തകളാൽ നിറയാനിടയായിത്തീരും. That will bring confusion, chaos in our own life. So make sure that we commune with our God when we go through the trials. ജീവിതത്തിന്റെ പരിശോധനകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന നാം ഉറപ്പാക്കേണ്ടതുണ്ട്. That commune with Him daily like a friend. ഒരു സ്നേഹിതനോട് എന്ന പോലെ സംസാരിപ്പാൻ നമുക്ക് അവനോട് കഴിയണം. എന്റെ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടുപോകാൻ കഴിയണം. നമ്മളൊക്കെ പലപ്പോഴും നമ്മളെല്ലാം വളരെ ബിസിയുള്ള ആളുകളാണ്. ഓൾ ബിസി ഇൻ आवर ലൈഫ്സ്. പക്ഷെ ആ ബിസിയായി നടക്കുന്ന ഇടങ്ങളിലും ആ സാഹചര്യങ്ങളും നാം ഉറപ്പാക്കുക അവർ ആത്മാ സാന്നിധ്യം, ആത്മശക്തി കുറഞ്ഞു പോകുന്നില്ല എന്ന്. Should make sure that our spiritual stamina, strength are not not decreasing. ഓരോ ദിവസം കുറയുന്നു, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാനിടയായിത്തീരരുത്. Make sure that we continue. ദാവീദ് പിന്നെ അവന്റെ ശത്രുക്കളുടെ നാശത്തിന് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുക. He is asking God to vindicate him. കാരണമില്ലാതെ അവനെ ഉപദ്രവിക്കുക ആളുകൾ. അപ്പൊ അവനോട് ദൈവത്തോട് പറയാ, ദൈവമേ നീ എന്നെ എന്ത് ചെയ്യണം? സഹായിക്കണം, എന്നെ ഈ സാഹചര്യത്തിൽ സംസാരിക്കണം. ദാവീദിന് അറിയേണ്ട ഇതാണ്, that his enemy has to know that his side God stands. അവന്റെ ശത്രുക്കൾ അറിയണം ദാവീദിന്റെ വശത്താണ് എന്ത് ചെയ്യുന്നത്? ദൈവം നിൽക്കുന്നത് എന്ന്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം God ആണ് അവനെ എന്ത് ചെയ്തത്? anointed him to be the king of Israel. അവൻ രാജാവായി ദൈവാഭിഷേകം ചെയ്ത് ആടിനെ മേയിച്ച് ഹാപ്പിയായി നടന്ന പാട്ടും പാടി വനാന്തരങ്ങളിലൂടെ നടന്ന ദാവീദ. He's okay. There is no complaint in the Bible about David's young life. ദാവീദിന്റെ ചെറിയ കാലത്തെ കുറിച്ച് ഇവിടെ കംപ്ലൈന്റ്സ് ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. He was walking with his harp, singing God praises, and while tending the sheep of his father. അവന്റെ പിതാവിന്റെ ആടുകളെ മേയിച്ച് വനാന്തരങ്ങളിലൂടെ നടക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പാടുകയും
അവൻ പറയുന്നുണ്ട് കരടിയെ അന്ന് എന്ത് ചെയ്തു? കൊന്നു. സിംഹത്തെ കൊന്നു. വാസ് എ സ്ട്രോങ് മാൻ ഇൻ ദ പവർ ഓഫ് ഗാഡ്. അത് സഞ്ചരിച്ച് നടന്നപ്പോ അവനെ വിളിച്ചു കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം. Then comes the struggle in his own life. ദാവീദ് പറഞ്ഞു, അവൻ എന്ത് ചെയ്തില്ല? There is no foul play to become the king of Israel. അവനെ ദൈവം എന്ത് ചെയ്തതാണ്? കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് ദൈവത്തോട് പറഞ്ഞു, ദൈവം നീ എന്നെ കൊണ്ടുവന്നതാണ്, നീ എന്റെ വശത്താണെന്ന് എന്നെ ഉപദ്രവിക്കൽ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. Those people who are against me should know that you are in my side. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുപാടുമുള്ള ദൈവത്തെ വെറുക്കുന്നവരോട് നാം സ്നേഹിക്കുന്നവരാണ്. We love them as sinners because they need Lord to be saved. ക്രിസ്മസ് സീസൺ വരികയാണ്. നമ്മളെല്ലാവരും സന്ദേശം എന്തിനാ ക്രിസ്മസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാനുള്ളതാണ്, God sent a savior to the world. ലോകത്തിലേക്ക് ഒരു രക്ഷകനെ അയച്ചു. അതാണ് ക്രിസ്മസ്. അതിന്റെ സന്ദേശം അത്രയേ ഉള്ളൂ. അവനിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? മനസാന്തരവും പാവമോചനവും. That's what God sent his son to this world. അത് അവർക്ക് കൊടുക്കാനാ ദൈവം എന്ത് ചെയ്തത്? ഈ ക്രിസ്മസ് ഒരുക്കിയത്. എന്നാൽ regarding them as enemies of God, rebelling against God, we don't wish them success. ദൈവത്തിനെതിരെ മത്സരിക്കുകയും ദൈവത്തിനെതിരെ നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മൾ അവരുടെ അഭിവൃദ്ധി അവർക്ക് പറയാൻ പറ്റില്ല. കാരണം they are against God. But when they stand as sinners, we love them. They need a savior. We lead them to Christ. കർത്താവിനെതിരെ മത്സരിക്കും. ഇത് തന്നെ ഇവിടെ ദൈവത്തിന്റെ ദാസനെ ദാവീദിനെതിരെ മത്സരിക്കുമ്പോൾ they are rebelling against God and his anointed one. കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു മത്തായി സുവിശേഷത്തില്, യേശുക്രിസ്തു ഒറ്റുകൊടുക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. Woe unto him who betrayed the Son of God. എന്നെ കാണിച്ചു കൊടുക്കുന്നവന് അയ്യോ കഷ്ടം, അവൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു എന്ന് പറഞ്ഞു. പാപികളെ നിർവഴിക്ക് നടത്തുവാൻ, പാപികളെ രക്ഷിക്കുവാൻ വന്ന കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, അവന്റെ വിരുദ്ധമായി നിൽക്കുന്നവൻ ജനിച്ചില്ലായിരുന്നെങ്കിലെന്ന്. So sad would be their end because they did not accept the Savior. ദൈവത്തെയായ രക്ഷകനെ സ്വീകരിക്കാതിരുന്നവർക്ക് അവരുടെ അന്ത്യം ഭയാനകമായതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അവൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ആ ഭയാനകമായ അന്ത്യത്തിലേക്ക് അവൻ പതിക്കയില്ലായിരുന്നുവെന്ന്. മാനവജാതിയുടെ അവസ്ഥ ഇതാണ്. യേശു കർത്താവിനെ കൊടുത്തിട്ടും ക്രിസ്മസ് ഗിഫ്റ്റുകൾ കൊടുത്തിട്ടും ആ രക്ഷകൻ അവരുടെ ജീവിതം കൊടുക്കാതെ മുൻപോട്ട് യാത്ര ചെയ്യുന്നു. ഒരു ഭയാനകമായ അന്ത്യത്തിലേക്ക് വിടുവാനിടയായിത്തീരും. ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ അയക്കുന്നു. When God sent his angel for his people, they dispel the enemies of God. അത് ദൈവത്തിന്റെ വചനത്തിലെയാണ്. ദാവീദ് ഡിഫെൻഡ് ചെയ്യാൻ തന്നെ ദാവീദ് പറയാ, കാരണമില്ലാതെ കോടതി ചെന്ന് പറയുന്നു, there is no reason for them to persecute me, there is no reason for me them to rebel against me. എനിക്കെതിരെ എന്നെ ഉപദ്രവിക്കാൻ അവർക്ക് യാതൊരു കാരണമില്ല. ന്യായാധിപതിയായ ദൈവത്തോട് അവൻ പറയാ, ആ ദൈവം അവനെ എന്ത് ചെയ്യും? സഹായിക്കും. Then verse number 9 and 10, then he asked unto, who is all like our God? That's an exclamatory sentence. It says, who is like him? There is none like our God, the Lord God. യഹോവയായ ദൈവം, Yahweh, there is none like him. അവന് തുല്യനായ മറ്റാരുമില്ല. ആ ദൈവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മൾ പാടി യാഗേ നീ എൻ ദൈവം എന്ന്. അത് നമ്മുടെ ഹൃദയത്തിൽ ശരിക്കും ഉറപ്പായിരിക്കണം. The Lord God is my Lord. ആ ദൈവം എന്റെ ദൈവമാണ് എല്ലാ കാലത്തും നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പുണ്ടാകണം. ജീവിത സാഹചര്യം എന്ത് തന്നെ ആയിക്കൊള്ളട്ടോ, ഈ സാഹചര്യം ശാശ്വതമല്ല. That will change. എന്നാൽ നമുക്ക് ശാശ്വതമായ ഒരു വാഗ്ദാനം ദൈവം നൽകിയിട്ടുണ്ട്. അത് നമുക്ക് നഷ്ടപ്പെടരുത്. Our focus to be that one thing that God promised, a seat with his on his throne. അവന്റെ സിംഹാസനത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഒരു സ്ഥാനം, അവന്റെ മണവാട്ടിയായി. He promised to you and me.
അതുകൊണ്ട് ഈ ലോകത്തിലുള്ള വസ്തുതകൾക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അത് വേണ്ടെന്നല്ല. സ്വർഗസ്വനായ ദൈവം ഇതൊക്കെയും സൃഷ്ടിച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മെ കരുതുന്നുണ്ടവൻ. പക്ഷെ അതല്ല ശ്രേഷ്ഠമായത്. ശാശ്വതമായ ഒരു സ്ഥലം നമുക്ക് കർത്താവ് ഒരുക്കുന്നുണ്ട്. അതിന് ആ പട്ടണത്തെ കുറിച്ച് പറയുന്ന അതിന് അടിസ്ഥാനമുണ്ടാകും. ഇളകത്തില്ല ആ പട്ടണം ഒരിക്കലും. ആ പട്ടണത്തിൽ ദൈവത്തിന്റെ തേജസ് വിളങ്ങും. അവിടെ സൂര്യനോ ചന്ദ്രനോ ആവശ്യമില്ല. ബിക്കോസ് ദ ഗ്ലോറി ഓഫ് ഗാഡ് വിൽ ഫിൽ ദ സിറ്റി. ഗാഡ്സ് പീപ്പിൾ വിൽ സീ ഹിസ് ഫേസ്. നമ്മൾ ആഗ്രഹിക്കുക, ദൈവമേ അങ്ങയുടെ മുഖം ഒന്ന് ദർശിപ്പാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു എങ്കിൽ ഹൃദയത്തിൽ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാകയില്ല. ഭയപ്പെടുത്തുന്നതാണെങ്കിൽ പോലും സീരിയസ്ലി നമ്മളെ ഭയപ്പെടുത്തും. ദൈവദൂതന്റെ പ്രത്യക്ഷത പോലും നമ്മളെ ഭയപ്പെടുത്തും. അത്രമാത്രം വെളിച്ചമാണ് അവന്റെ വരവെങ്കിൽ അത് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. പക്ഷേ yet we seek that to see God's face. എന്നാൽ അവൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അത് ശാശ്വതമാണ്. അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തെ കുറിച്ച് പറയുന്നതാണ്. അവനാണ് എന്ത് ചെയ്യുന്നത്? The poor and the needy. He rescues the poor and the needy from strong plunderers. ശക്തരായ കൊള്ളക്കാരിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് ദൈവം എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത്. Our Lord is the one saves the poor and the needy from strong. ഈ ലോകത്തിൽ ആരും ആരെയും കരുതാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഈവൻ ഫെയ്ത്തിലും അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുക. പ്രൈവറ്റൈസ്ഡ് റിലീജിയൻ ആയിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കളക്റ്റീവായ ഒരു എന്താ പറയുന്നത്, ഒരു സെർവും കളക്റ്റീവായ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ പലയിടത്ത് വിരളമായിക്കൊണ്ടിരിക്കുക. ഈവൻ 5 people ഉള്ള ചർച്ചിലും ഒക്കെ അത് വളരെ ഭയാനകമായ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കളക്റ്റീവിൽ എന്ത് ചെയ്യുന്നില്ല, അവര് ചിന്തിക്കുന്നില്ല. ഫ്യൂ പീപ്പിൾ. ഞാൻ നാട്ടിൽ ചെന്നപ്പോ ഇത് പലയിടത്തും ഉണ്ട്. Divided over certain things that are not reasonable before God. ഒരു കാരണവുമില്ലാതെ. അതിന് ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് അവരെ ആരും കരുതാതിരിക്കുമ്പോൾ വേദവസം പഠിപ്പിക്കുന്നത് Lord alone curse the poor. കർത്താവ് സുവിശേഷം അറിയിക്കാൻ വന്നപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു. അവൻ ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കാൻ വന്നിരിക്കുന്നത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ, ദേശത്ത് ഉപദ്രവിക്കപ്പെടുന്നവരോട്, പീഡിപ്പിക്കപ്പെടുന്നവർ, ജയിലിൽ കിടക്കുന്നവരോട്. That's what he came into. The same scenario in our lives also. Then he continued with the contrasting attitude of his lives unto God and who follows. And eventually he make the Lord would defend his people. ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കും. ദുഷ്ടതയ്ക്ക് പകരം ദുഷ്ടത ചെയ്യുന്നത് മാനുഷികമാണ്. പലപ്പോഴും നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് ഡ്യബലിഷാണ്. നന്മയ്ക്ക് പകരം എന്ത് ചെയ്തു? തിന്മ ചെയ്യുക. That's what he says into. It's a demonic, devilish. നമ്മൾക്ക് നന്മ ചെയ്യുന്ന ആളുകളോട് തിന്മ പ്രതികാരം ചെയ്യുക, തിന്മ ചെയ്യുക എന്ന് പറയുന്നത് സീരിയസ്ലി ഡിമാനിക്, സീരിയസ്ലി ഡയബോളിക് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ചിലപ്പോൾ തിന്മ ചെയ്യുന്നവരോട് നമ്മൾ തിന്മ ചെയ്തു പോകാറുണ്ട്. പലപ്പോഴും പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, നന്മയോ അനുസരിച്ചിട്ടും ഞാൻ അറിയാത്ത തിന്മകൾ ചെയ്തു പോകുന്നു. That's a certain point of life. We know that we are എന്തുവാ പറയുന്നത്, വീക്ക്നെസ് വസിക്കുന്ന ഹ്യൂമൻ ആണെന്ന് നമുക്ക് മനസ്സിലാകും. Temptation will be stronger. Sometimes it may overpower and weaken our spiritual life. നമ്മുടെ ആത്മീയ ജീവിതത്തെ ചിലപ്പോൾ എന്ത് ചെയ്യത് നമ്മെ ശക്തി കുറഞ്ഞിട്ട് നമ്മളെ കീഴ്പ്പെടുത്താൻ ഇടയാകും. But we are not that. They don't the end. We just like a lion, just like an eagle that receives the strength. We turn to God and that He will be strengthening us. സങ്കീർത്തനക്കാരൻ ചോദിക്കുക, how long? 17ാമത്തെ വാക്യം, how long, O Lord, this is going to be? It's a lament. ഒരു lamentation ആണത്. ദൈവത്തോട് ഒരുപാട് ഭക്തന്മാർ ദൈവത്തോട് how long this evil will prevail? നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവമേ, how long this evil will continue in this world? We do not know. പക്ഷെ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അവൻ പ്ലാൻ ഇല്ലാത്തവനൊന്നുമല്ല. ദിവസവും ഓരോ പ്ലാൻ മാറ്റിക്കൊണ്ടിരുന്നൊന്നുമല്ല. He already planned it. കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതുപോലെ the clock is ticking and the time will come to an end. ഈ സമയം മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഒരു ദിവസം എന്ത് ചെയ്യും? ദൈവം പറയാം, അവിടെ നിൽക്ക്,
എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുവാനുള്ള സമയമായി. സങ്കീർത്തനക്കാരൻ പറയുന്ന നിയമം ചെയ്തു, യാഗം ചെയ്ത് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുവീൻ എന്നുള്ള ഒരു ആഹ്വാനം ദൈവത്തിൽ ഉണ്ടാകും. When he makes that shout, the angels of God will array with Lord Jesus Christ around him and they will come down. തന്റെ ജനത്തെ സ്വീകരിപ്പാൻ അവൻ ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. അതുവരെയും നാം അവനോട് നിയമം ചെയ്ത് അവന്റെ വിശുദ്ധ ജനമായി ഈ ഭൂമിയിൽ പാർക്കുകയാണ്. ദൈവത്തോട് നമ്മുടെ കഷ്ടതകളെല്ലാം പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്നെ സഹായിപ്പാൻ നീ വേഗം വരണമേ, എന്നെ കൈവിടല്ലേ, എന്നെ ഉപേക്ഷിക്കരുത് എന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം കഴിക്കുക, അവന്റെ സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് ദൈവം നമ്മെ പ്രതിരോധിപ്പാൻ മതിയായവനാണ്. അതുകൊണ്ട് നാം ദുഷ്ടതയിലേക്ക് willfully walk, we do not walk into evil willfully. അത് ദൈവികമല്ല. It's not godly. നമ്മൾ somehow we may fall. പഴയ നിയമത്തില് സങ്കേത നഗരം കൊടുക്കിയതുപോലെ രണ്ടു വശത്തുമായി യോർദാൻ നദിയുടെ രണ്ടു വശത്ത് എന്തുണ്ട്? 3 സങ്കേത നഗരങ്ങളുണ്ട്. ആരെങ്കിലും ഒരുവൻ ഇൻവോളണ്ടറി, സ്വമേധയെ അല്ലാതെ ഒരു പ്രൊവക്കേഷൻ ഉണ്ടായി ഒരുവനെ കൊന്നാൽ അവൻ എന്ത് ചെയ്യാം? അതിലേക്ക് ഓടി ഒളിക്കാം, അവിടുന്ന് രക്ഷ പ്രാപിക്കാം. എന്നാൽ മനഃപൂർവ്വമായി ചെയ്താലോ, he has to face the music. അവൻ ന്യായം, നീതി അവൻ പ്രതീക്ഷിച്ചേ മതിയാകുള്ളൂ. Some we may fail, but we do not fail willfully. മനഃപൂർവ്വമായി ദുഷ്ടത പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, തിന്മ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. നാം മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ച് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോഴൊക്കെയും എന്റെ അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഇവിടെ സ്വസ്ഥമായി പാർക്കുന്നത് പോലെ, രാത്രിയിൽ നിന്റെ പരിപാലനത്തിൽ ഉറങ്ങുന്നത് പോലെ എന്റെ അയൽക്കാർക്കും സ്വസ്ഥമായി ഉറങ്ങുവാൻ നീ അവസരം നൽകണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. എത്ര നമ്മൾ ഉപദ്രവിച്ചു, that's what we seek their their wellness. That's what we are seek unto. ദൈവത്തിന്റെ മുൻപാകെ അങ്ങനെ നിൽക്കാനിടയായിത്തീരണം. They will be hating you without any reason. They will stand against you without any reasons. But we have a God. നമുക്കെതിരെ ദുഷ്ടത ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും, നമ്മെ വിഴുങ്ങിക്കളയാൻ ഭാവിക്കുമ്പോഴൊക്കെയും നമുക്കൊരു ദൈവമുണ്ട് എന്ന് നാം ഓർത്തിരിക്കുക. ദൈവത്തോട് നാം ആരും പാസീവായി തീരരുത്, ഇനാക്റ്റീവായി തീരരുത്. ദൈവിക കാര്യങ്ങളിൽ അത് പ്രാർത്ഥിക്കുമ്പോഴായാലും ആരാധിക്കുമ്പോഴായാലും ദൈവത്തിന്റെ വചനം ശ്രവിക്കുമ്പോഴായാലും ദൈവം മുൻപാകെ എഴുന്നിരിക്കുമ്പോഴായിരിക്കുമ്പോഴും we shouldn't turn passive. We should be active before God. A heart to be alert before God. Let God's Spirit minister to us. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരു വാക്കുകൾ ഇവിടെ സംഭരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ നീയാണ് ഞങ്ങളുടെ ആശ്രയം, ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നീയാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നവൻ, ഞങ്ങൾക്ക് പരിപാലകനായ നീ കൂടെയുണ്ട്. അത് ഞങ്ങളുടെ ഉറപ്പാണ്. ദൈവം അവരുടെ കണ്ണുകളെ തുറക്കണമേ. Let them see that God is with me. എന്റെ പക്ഷത്തെ യഹോവയുണ്ട് എന്ന് അവർ അറിയേണ്ടതിന് അവരുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ശത്രുക്കൾക്ക് ആത്യന്തികമായ വിജയം ഒരിക്കലും ഉണ്ടാകില്ല. Temporarily they feel like they are winning. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞ അവരുടെ കാലുകൾ വഴുവഴുപ്പിലാണ് നിൽക്കുന്നത്. That's all their end. നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. God bless you all. Thank you for listening to the word. God bless you. ഇനി കുഞ്ഞുങ്ങൾ